കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ശ്രീ ദുർഗായേ നമഃ. നമ്മൾ ശ്ലോകം 60 ചെയ്തു നിർത്തിയപ്പോൾ, അതായത് ഈ ശുംഭൻ്റെയും നിശുംഭൻ്റെയും ഐശ്വര്യത്തിനെ പറ്റിയാണല്ലോ ഇതൊക്കെ പറഞ്ഞത്. എന്നിട്ട് പിന്നെ പറയുകയാണ്, ആദ്യം ആ ദേവിയെ പറ്റി പറഞ്ഞു, ഇനി ശുംഭൻ്റെയും ഐശ്വര്യത്തിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. അതിൽ അവസാനം പറഞ്ഞത് എന്താ വെച്ചാൽ, ഈ എന്താണ്, സമുദ്രത്തിലുള്ള എല്ലാ രത്നങ്ങളും നിശുംഭൻ്റെ കയ്യിലാണ്. പിന്നെ അഗ്നിഭഗവാൻ ഇവർക്ക് രണ്ടാൾക്കും ഓരോ നീല വസ്ത്രവും കൊടുത്തു, നീല പട്ട് വസ്ത്രങ്ങളും കൊടുത്തു എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞ 60. എല്ലാം തികഞ്ഞവരായിട്ടുണ്ട്. അതായത് ഭൗതികമായിട്ടുള്ള എല്ലാ ഐശ്വര്യവും തികഞ്ഞവരാണെന്ന് സ്ഥാപിക്കുകയാണ് അല്ലേ. ഇനി എന്താ പറയണറിയോ, 61 വായിക്കാം. അത് 6 വരിയുണ്ട് കേട്ടോ. ഏവം ദൈത്യേന്ദ്രരത്നാനി സമസ്താന്യാഹൃതാനി തേ സ്ത്രീരത്നമേഷ കല്യാണി സ്വയമേവാഭ്യുപാഗത ത്രൈലോക്യരാജ്യാദ് അധിക ത്വയാ കസ്മാന്ന ഗൃഹ്യത്തെ. എന്താ പറയുക വെച്ചാൽ, ഹേ ദൈത്യേന്ദ്ര മീൻസ് ഹേ രാജാവേ. കാരണം ഇവൻ ചണ്ടുമിണ്ടന്മാർ മടങ്ങി വന്ന് പറയാണല്ലോ ശുംഭനോട്, ഹേ രാജാവേ അല്ലെങ്കിൽ ദൈത്യ രാജാവേ, ഏവം സമസ്താനി രത്നാനി, ഇങ്ങനെ ഈ ലോകത്തിലുള്ള സമസ്ത രത്നങ്ങളും തേ ആഹൃതാനി, അങ്ങ് അപഹരിച്ച് സ്വന്താക്കിയിട്ടുണ്ട് അല്ലേ. എല്ലാവരെയൊക്കെ തോൽപ്പിച്ചിട്ട്, എല്ലാ ദേവന്മാരെയും തോൽപ്പിച്ചിട്ട് അവരുടെ കയ്യിലുള്ള പ്രഷ്യസ് ആയിട്ടുള്ള വില പിടിച്ച എല്ലാ രത്നങ്ങളും, ആനയും കുതിരയും എന്തൊക്കെയാണ് സാധാരണ അല്ലാത്ത പ്രഷ്യസ് ആയിട്ടുള്ള അവരുടെ കയ്യിലുള്ള, അത് മുഴുവൻ അങ്ങ് സ്വന്താക്കിയിട്ടുണ്ട്. ഏവം സമസ്താനി രത്നാനി തേ ആഹൃതാനി, ആഹൃതാനി അപഹരിച്ച് സ്വന്താക്കിയിട്ടുണ്ട്. ഏഷ സ്ത്രീരത്നം, എന്നാൽ ദാ ഇവിടെ അപഹരിച്ച് കഴിയാത്ത ഒരാളുണ്ട്. എന്താ അറിയോ, ഇതാ ഇവിടെ ഒരു സ്ത്രീരത്നം ഉണ്ട്. കല്യാണിയാണ്, വളരെ മംഗളകാരിണി, കണ്ടാൽ തന്നെ മംഗളസ്വരൂപിണി. സ്വയം ഏവ അഭ്യുപാഗത, അങ്ങക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, അവിടെ സ്വയം പ്രത്യക്ഷപ്പെട്ടിരുന്നു, അവിടെ സ്വയം വന്ന് ഇരിക്കുന്നുണ്ട് അവിടെ ഒരു സ്ത്രീരത്നം. എന്നാൽ മാത്രമല്ല, ഒന്നും കൂടിയും പറയുകയാണേ, എന്താ വെച്ചാൽ ഈ അങ്ങയുടെയിലുള്ള രത്നങ്ങൾ മുഴുവനെ, അതാണ് അയാൾ പറയണത്, അങ്ങയുടെ കയ്യിലുള്ള രത്നങ്ങൾ മുഴുവനെടുത്ത് ഒരു ഭാഗത്ത് വെച്ചിട്ട് ഒരു ത്രാസ് എടുത്ത് വെച്ചോളൂ. അങ്ങനെയുള്ള എല്ലാ പ്രഷ്യസ് ആയിട്ടുള്ള സാധനങ്ങളും എടുത്ത് ഒരു തട്ടിൽ വെച്ചിട്ട് ഈ സ്ത്രീരത്നനെ മറ്റേ തട്ടിൽ വെച്ചാൽ ഈ സ്ത്രീരത്നത്തിൻ്റെ തട്ട് താഴും എന്ന് പറഞ്ഞാൽ, അങ്ങനെയുള്ള എല്ലാ വസ്തുക്കളുടെ ഐശ്വര്യവും നോക്കിയാലും ഈ ഒരൊറ്റ സ്ത്രീരത്നൻ്റെ ഐശ്വര്യമായിട്ട് ഒരു ഉപമയും ഇല്ലാത്തതാണെന്ന്. അനുപമാണ്, അത്ര അനുപമാണ്. അതായത് ഈ മൂന്ന് ലോകവും ഈ സ്ത്രീരത്നവും ആർക്കാണ് അധിക വില എന്ന് നോക്കിച്ചാൽ ഈ സ്ത്രീരത്നത്തിനാണ്. അങ്ങനെയുള്ള ഈ സ്ത്രീരത്നത്തിനെ സാ ത്വയാ കസ്മാത് ഗൃഹ്യതേ, അങ്ങനെയുള്ള അവളെ അങ്ങ് എന്തുകൊണ്ട് സ്വന്തമാക്കുന്നില്ല, പോയി പിടിച്ചു കൊണ്ടിരുന്നില്ല? ശരിയാണ്, അങ്ങടെ എല്ലാ തരത്തിലുള്ള ഐശ്വര്യപൂർണങ്ങളായ രത്നങ്ങളും സാധനങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ സ്ത്രീരത്നമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒന്നുമില്ല. എന്നാൽ മാത്രമല്ല, ഒരു ബുദ്ധിമുട്ടുമില്ല, അവിടെ തന്നെ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്, ആരുമില്ല കൂടെ. അപ്പോൾ എന്തുകൊണ്ട് അങ്ങ് ആ സ്ത്രീരത്നത്തിനെയും കൂടിയും സ്വന്തമാക്കുന്നില്ല? അതാണ് സാത്വയ കസ്മാത് ന ഗൃഹ്യതേ. എത്ര എളുപ്പമുള്ള കാര്യമല്ലേ എന്ന് ചോദിക്കുകയാണ്. നിശമ്യ, അത് വായിച്ചിരുന്നു, 62 വായിക്കാം.
ഏവം ദൈത്യേന്ദ്രരത്നാനി സമസ്താന്യാഹൃതാനി തേ ശ്രീരത്നമേഷാ കല്യാണി സ്വയമേവാഭ്യുപാഗത ത്രൈലോക്യരാജ്യാത് അധിക ത്വയാ കസ്മാന്ന ഗൃഹ്യതേ. 3 ലോകങ്ങളിലെ എല്ലാ നന്മ ഐശ്വര്യവും ചേർത്താലും ഇവളോളം വരില്ല എന്ന്. അതുകൊണ്ടാണ് ത്രൈലോക്യരാജ്യാത് അധിക, 3 ലോകങ്ങളിലത്തെ ഐശ്വര്യത്തിനേക്കാളെന്ന്. ഇപ്പം ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം കൂടി ഉണ്ട് ആലോചിക്കുമ്പോൾ. നോക്കൂ, ഈ എന്താണ് ചണ്ടനും മുണ്ടനും ഭൃത്യന്മാർ അല്ലെങ്കിൽ കിങ്കരന്മാരാണല്ലോ നിശുംഭന്. അവർ ഇപ്പോൾ ഈ തൻ്റെ എന്താണ് നാഥൻ്റെ അല്ലെങ്കിൽ തൻ്റെ എന്താണ് രാജാവിൻ്റെ ഈ കാമാർത്തിയെ ദഹിപ്പിക്കുക ചെയ്യണതേ. അപ്പോൾ ഈ നല്ല ഭൃത്യന്മാരല്ലെങ്കിൽ ഇവരുടെ താമസ ഗുണത്തിനെ തമോ ഗുണത്തിനെ വർദ്ധിപ്പിക്കാനേ സഹായിക്കുള്ളൂ. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ പറയൂലോ, ഈ സംസർഗം വളരെ വലുതാണ്. ഇതിപ്പോൾ മുഴുവൻ അസുരന്മാരാണ്, ഒക്കെ ഇങ്ങനെയുള്ള മായാമോഹിതരാണ്, എത്ര കിട്ടിയാലും മതിയാവാത്തവരാണ്, സ്വാർത്ഥമുള്ളവരാണ്. അപ്പോൾ ചണ്ടനും മുണ്ടനും ഈ എന്താണ് ശുംഭൻ്റെയും നിശുംഭൻ്റെയും ആഗ്രഹങ്ങളെയും കാമാവേശത്തിനെയൊക്കെ വർദ്ധിപ്പിക്കുക അവിടെ ചെയ്യണത്. കണ്ടില്ലേ? നിശമ്യ തദ്വജ ശുംഭ സതദാ ചണ്ഡമുണ്ടയോ മന്മഥാവിഷ്ടഹൃദയ ക്ഷണേന സമപദ്യത. ഈ ചണ്ഡമുണ്ടന്മാരുടെ വാക്ക് കേട്ടിട്ട് ശുംഭൻ ശരിക്കെന്നെ കാമപരവശനായി. അതാണ് നിശമ്യ തദ്വജ ശുംഭൻ ഈ വാക്കുകൾ കേട്ടിട്ട് ആരെ സതദാ ചണ്ഡമുണ്ടയോഹോ ചണ്ഡാമുണ്ടന്മാരുടെ ഈ വാക്കുകൾ കേട്ടിട്ട് മന്മഥാവിഷ്ടഹൃദയ, അതായത് ഉടൻ തന്നെ മന്മഥാവിഷ്ടഹൃദയ ക്ഷണേന, അത് കേട്ട ഉടനെ തന്നെ മന്മഥാവിഷ്ടഹൃദയ സമപദ്യത, അതായത് കാമപരവശനായി തീർന്നു ആ നിമിഷം. നിശമ്യ തദ്വജ ശുംഭ സതദാ ചണ്ഡമുണ്ടയോ മന്മഥാവിഷ്ടഹൃദയ ക്ഷണേന സമപദ്യത പ്രേഷയാമാസ ച തദാ ദൂതം ദേവ്യൈ മഹാസുര സുഗ്രീവം നാമ ദുർധർഷം ദൗത്യകർമ്മണി കോവിദം. അപ്പോൾ തീർച്ചയായും ഉടനെ തന്നെ മഹാസുര തദാ, അപ്പം തന്നെ ഈ അസുരാധിപനായിട്ടുള്ള ശുംഭൻ ദേവ്യൈഹി ദൂതം പ്രേഷയാമാസാച്ച, അതായത് ദേവിയുടെ അടുത്തേക്ക് ഒരു ദൂതനെ നിയോഗിച്ചു. തഥാ ദേവ്യൈ ദൂതം പ്രേഷയാമാസാച്ച, ഒരു ദൂതനെ, ഒരു സാധാരണ ദൂതനല്ല, ദൗത്യകർമ്മണി കോവിദം. ഈ കോവിദനാണ്, അതായത് ദൂത് വേണ്ട പോലെ അവിടെ പോയി വേണ്ടത് പറയാൻ നല്ലോണം സാമർഥ്യമുള്ള ആൾ. അതാണ് ദൗത്യകർമ്മണി കോവിദം എന്ന് പറഞ്ഞത്. ദൗത്യത്തിന് ഏറ്റവും മിടുക്കനായിട്ടുള്ള ആളാണ്. ഇങ്ങനത്തെ ദൂതനായിട്ട് പോയിട്ട് കാര്യം സാധിച്ചു വരാൻ ഏറ്റവും കഴിവുള്ള ഒരാളെയാണ് അയച്ചത്. സാധാരണ ആളല്ല, ദൗത്യകർമ്മണി കോവിദം. ഈ ദൂതകൃത്യം നടത്താൻ ഏറ്റവും അധികം കഴിവുള്ള ആളെ. മാത്രമല്ല ഒരു സാധാരണക്കാരല്ല, ദുർധർഷം. അതായത് ദുർധർഷം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ശത്രുക്കളെ വിറപ്പിക്കുന്നവനും പേടിയില്ലാത്തവനും ശത്രുക്കൾക്ക് കീഴടക്കാൻ പറ്റാത്തവനും മാത്രമേ അർത്ഥം ദുർധർഷനെ. അപ്പോൾ ഒരു ദൂതനെ വെറുതെ ഒരു ദൂതനെ അയക്കല്ല, ദൂതകർമ്മണി കോവിദാണ്, ദൗത്യകർമ്മണി കോവിദം. ദൂതകൃത്യം നല്ലോണം അറിയണത് ആളും ദുർധർഷനുമാണ്, അതായത് ശത്രുക്കൾക്ക് കീഴടക്കാൻ ഒരിക്കലും പറ്റാത്തവനും ആയ ഒരാളെ ദേവിയുടെ സമീപത്തേക്ക് അയച്ചു എന്നാണ് പറഞ്ഞത്. പ്രേഷയാമാസ ച തദാ ദൂതം ദേവ്യൈ മഹാസുര സുഗ്രീവം നാമ ദുർധർഷം ദൗത്യകർമ്മണി കോവിദം. എന്താ പറയുക, അസുരന്മാരുടെ നല്ല കാലം കഴിയാറായി. ഇതി ചേതി ച വക്തവ്യ സാ ഗത്വാ വചനാൻ മമ യഥാ ചാഭ്യേതി സാ പ്രീത്യ തഥാ കാര്യം ത്വയാ ലഘു. ഇനി എന്താണ് ദൂതനോട് പറഞ്ഞത്? ത്വയാ,
നീയ് മമ വചനാത് ഗത്വ എൻ്റെ ഈ ഞാൻ പറയുന്ന ആജ്ഞ അനുസരിച്ച് സാ ഇതീച്ച വക്തവ്യ ഞാൻ ഇന്ന വിധമൊക്കെ പറയണം അവളോടൊന്ന് പറഞ്ഞ എക്സാക്റ്റ് അതുപോലെ പോയി പറയണം. ഞാൻ എൻ്റെ ആജ്ഞ അനുസരിച്ച് ഞാൻ പറഞ്ഞ പോലെ ആ സ്ത്രീരത്നത്തിനോട് പോയി പറയണം. അതായത് ഇപ്പോൾ ചണ്ടുമുണ്ടന്മാർ എൻ്റെ ഐശ്വര്യത്തിനെ വർണ്ണിക്കണമെന്ന് നിങ്ങളൊക്കെ കേട്ടുല്ലോ. ഈ ദൗത്യകർമ്മിണിയായിട്ടുള്ള ആളും കേട്ടു. അയാളുടെ പേര് സുഗ്രീവൻ എന്നാട്ടോ, ഈ അയക്കാൻ പോണ ദൈത്യൻ്റെ അയാളും കേട്ടൂല. അപ്പോൾ പറയണം, ഇപ്പം ചണ്ടുമുണ്ടന്മാർ എന്നെപ്പറ്റി പറഞ്ഞോ കേട്ടില്ല, അതുപോലെ എൻ്റെ ഐശ്വര്യം അവളെ പറഞ്ഞു കേൾപ്പിക്കണം. സാ യഥാ പ്രീത്യ അഭ്യതിച്ച തഥാ ത്വയാ കാര്യം. അതായത് അവൾക്ക് എന്നിൽ എന്ത് പറഞ്ഞാലാണ് അവൾക്ക് എന്നിൽ പ്രീതി ഉണ്ടാവുക, എന്നിട്ട് അവളെ ഞാൻ നിങ്ങളുടെ കൂടെ പോരാം, നിങ്ങളെ പ്രഭുവിൻ്റെ അടുത്തേക്ക്, നിങ്ങളുടെ രാജാവിൻ്റെ അടുത്തേക്ക് ഞാൻ നിങ്ങളുടെ കൂടെ ഇപ്പം തന്നെ വരാം. എനിക്ക് പറയണത് കേട്ടിട്ട് വളരെ അട്രാക്റ്റീവായിട്ട് ആകർഷകമായി തോന്നുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ വരാം എന്ന് ആ സ്ത്രീരത്നത്തിന് തോന്നാൻ തക്കവണ്ണം പറയണം എന്നാണ് പറഞ്ഞത്. ഈ സുഗ്രീവൻ എന്നാണ് കേട്ടോ അയാളുടെ പേര്. സുഗ്രീവനോട് എന്താ പറഞ്ഞത്, അത് അടുത്ത ശ്ലോകത്തിൽ സുഗ്രീവൻ എന്നുള്ള പേര് വരും. എന്താ പറഞ്ഞറിയോ, അവൾക്ക് എങ്ങനെയാണ് എന്നിൽ സ്നേഹം അല്ലെങ്കിൽ പ്രീതി ഉണ്ടാവുക, എന്നിട്ട് നിങ്ങളുടെ കൂടെ അങ്ങോട്ട് വരാമെന്ന് പറയുക, അതുപോലെ എന്നെപ്പറ്റി പുകഴ്ത്തി എൻ്റെ കേമത്തങ്ങളൊക്കെ പറഞ്ഞ് നീ അവിടെ പോയി ഈ ദൂത് നിർവഹിക്കണം എന്ന് പറയാണ് കേട്ടോ. ഇതി ഛേദിച്ച വക്തവ്യാസാഗത്വാവചനൻ മമ യഥാചാഭ്യേദി സാ പ്രീത്യ. അവൾ പ്രീതിയോടുകൂടി എൻ്റെ കൂടെ വരണം, എൻ്റെ അടുത്തേക്ക് വരാൻ തക്കോണം പറയണം. തഥാ കാര്യം, അതുപോലെ കാര്യം ത്വയാ ലഘു, വേണ്ടതൊക്കെ ലഘു എന്താ അറിയോ, നിനക്ക് തോന്നുന്നു അത്ര ബുദ്ധിമുട്ടില്ലല്ലോ, നീ വലിയ നയകോവിദനല്ലേ, അതായത് നീ വലിയ ദൗത്യകർമ്മിണിയാണല്ലോ, അപ്പം നിനക്കിപ്പോൾ അവളെ ശരിക്കും മയക്കാൻ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, അതാണ് ലഘു എന്ന് പറഞ്ഞത്. അപ്പോൾ അവളെ മയക്കാൻ തക്കവണ്ണമുള്ള വാക്കുകൾ പറഞ്ഞ് എന്നെപ്പറ്റി പുകഴ്ത്തി പറഞ്ഞ് അവളെ മയക്കി കൊണ്ടുവരാൻ തക്കവണ്ണം ഉള്ള വാക്കുകൾ പറയണം നീ, അത് നിനക്ക് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലല്ലോ എന്നാണ്. അതാണ് തഥാ കാര്യം ത്വയാ ലഘു, നിനക്കത്ര വിഷമമൊന്നും ഉണ്ടാവില്ല. ഇനി 65. നിശമ്യ ദൈത്യരാജസ്യ സുഗ്രീവോ നയകോവിദ തഥേതി ചോക്ത്വാ പ്രയയൗ സ്വൽപ്പസൈന്യസമന്വിത. അപ്പോൾ ഇയാൾ നിശമ്യ ദൈത്യരാജസ്യ ആജ്ഞാം നിശമ്യ, ഈ ദൈത്യരാജൻ്റെ ആജ്ഞയെ കേട്ടിട്ട് തഥ ശരി അങ്ങനെ തന്നെ ആവാം, അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. കേൾക്കാണ്ടിരിക്കണ പ്രശ്നമില്ലല്ലോ, കാരണം ഭൃത്യനല്ലേ. എന്നിട്ട് എന്ത് ചെയ്തു, ഈ നയകോവിദ സുഗ്രീവൻ എന്നാണ് ഇയാളുടെ പേര്, ഈ ദൂതൻ്റെ നയകോവിദനായിട്ടുള്ള, അതായത് ദൗത്യം വളരെ നന്നായിട്ട് നിർവഹിക്കാൻ അറിയുന്ന ഈ സുഗ്രീവൻ പ്രയയൗ പോയി, പുറപ്പെട്ടു. അതായത് രാജാവ് പറഞ്ഞാൽ വയ്യ പറഞ്ഞ പ്രശ്നമില്ല എന്തായാലും. അപ്പം ശരി അങ്ങനെ ആവട്ടെ പറഞ്ഞ് വേഗം സുഗ്രീവൻ പുറപ്പെട്ടു. പക്ഷേ നമുക്ക് ഈ സുഗ്രീവൻ്റെ ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാം. എന്താ അറിയോ, സ്വൽപ്പ സൈന്യ സമന്വിത എന്ന് പറയുന്നുണ്ട് ഇല്ലേ. നോക്കൂ, തഥേതി ചോക്ത്വ അങ്ങനെ ആവാമെന്ന് പറഞ്ഞ പ്രയയവും എങ്ങനെ പോയി തന്നെയല്ല, സ്വൽപ്പ സൈന്യ സമന്വിത. എന്താ അറിയോ, കുറച്ച് സൈന്യങ്ങളെ കൂടെ കൊണ്ടുപോയി, ചെറിയൊരു പട കൂടെ കൊണ്ടുപോയി. എന്താ അറിയോ, വലിയ പട കൊണ്ടുപോയാൽ സ്ത്രീരത്നല്ലേ, പേടിച്ചാലോ, സ്ത്രീയല്ലേ. എന്നാൽ ചെറിയൊരു പട കൂടെ ഇല്ലാണ്ട് പോയാൽ മോശമാണ്, ഒറ്റയ്ക്ക് പോയാൽ. അപ്പോൾ അത്ര ബഹുമാനക്കുറവും ഉണ്ടായിന്ന് വരാം. അതൊക്കെ ആലോചിച്ചിട്ടാണ്, നയകോവിദനാണല്ലോ. അതുകൊണ്ട് എന്താ അറിയോ, ഒരുപാട് വലിയ പടയും കൊണ്ടുപോയി അഞ്ഞ് സ്ത്രീരത്നം പേടിച്ചാലോ എന്ന് പേടിച്ചു. എന്നാൽ അഞ്ഞ് ഒരാളെയും കൊണ്ടുപോകണ്ട, ഞാൻ തന്നെ പോയി, അത് മോശം, അവൾക്ക് വേണ്ടത്ര ബഹുമാനം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് സ്വൽപ്പ സൈന്യ സമന്വിതനായിട്ട് പോയി, ചെറിയ സൈന്യത്തെ കൂട്ടിയിട്ട്. നിശമ്യ ദൈത്യരാജസ്യ സുഗ്രീവോ നയകോവിദ തഥേതി ചോക്ത്വാ പ്രയയൗ സ്വൽപ്പ സൈന്യ സമന്വിത. ഇനി സ തത്ര ഗത്വാ യത്രാസ്തേ ശൈലോദ്ദേശേതി ശോഭനേ സാ ദേവി താം തതപ്രാഹ ശ്ലക്ഷ്ണം മധുരയാ ഗിരാ. അപ്പണ്ട് ആ ദേവി അതിശോഭനേ ശൈലോദ്ദേശേ, അതിമനോഹരമായിട്ടുള്ള ആ പർവ്വതത്തിൽ
ആര എത്ര ആസ്തേ അവിടെ ഇരിക്കണത് കണ്ടു. ആ ദേവി അവിടെ ഇരിക്കണു. ദേവി അതിശോഭനമായിട്ടുള്ള പിന്നെ പർവ്വത ശൃംഗത്തിൽ കണ്ടു. ഇരിക്കുന്നത് എത്തി. സുഗ്രീവൻ അവിടെ എത്തി ഇരിക്കുന്ന സ്ഥലത്ത് ദേവിയോട് ആ ദേവിയോട് താം തതഃ പ്രാഹ ഇപ്രകാരം പറഞ്ഞു. എങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ശ്ലക്ഷ്ണം മധുരയാഗിര, പതുക്കെ നല്ല മധുരമായ വാക്കുകൾ ഇപ്രകാരം പറഞ്ഞു. നയകോപിതനാണല്ലോ അല്ലേ, നല്ലോണം അറിയാലോ ഇതൊക്കെ ചെയ്യാൻ. അപ്പോൾ അവിടെ പോയപ്പോൾ ദേവി അവിടെ ആ അതിമനോഹരമായിട്ടുള്ള പർവ്വതശൃംഗത്തിൽ ഇരിക്കുന്നു കണ്ടു. അപ്പോൾ വേഗം സുഗ്രീവൻ ദേവിയോട് പതുക്കെ നല്ല മധുരമായ വാക്കുകൾ ഇപ്രകാരം പറഞ്ഞു. സ തത്ര ഗത്വാ യത്രാസ്തേ ശൈലോദ്ദേശേതി ശോഭനേ സാ ദേവീ താം തതപ്രാഹ ശ്ലക്ഷ്ണം മധുരയാ ഗിര. ആദ്യം അവനോനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമല്ലോ. അപ്പോൾ അത് പറയട്ടോ, ആദ്യം ഞാൻ ആരാന്ന് പറയണമല്ലോ, ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പം ദൂതവാച, ഈ സുഗ്രീവൻ പറയാണ്, ദേവി ദൈത്യേശ്വര സുംഭസ്ത്രൈലോക്യേ പരമേശ്വര ദൂതോഹം പ്രേഷിതസ്തേന ത്വസമീപമിഹാഗത. അപ്പം ദൂതൻ പറഞ്ഞു, ദേവി അഹം ദൂത, ഞാൻ വെറൊരു ദൂതനാണ്. ആരാണ് എൻ്റെ രാജാവ്? ഏത് രാജാവിൻ്റെ ദൂതനായിട്ടാണ് ഞാൻ വന്നത്? ദൈത്യേശ്വര സുംഭ, ദൈത്യന്മാരുടെ അസുരന്മാരുടെ നാഥനായിട്ടുള്ള രാജാവായിട്ടുള്ള അസുരാധിപതി ആയിട്ടുള്ള സുംഭൻ്റെ, അതായത് അസുര ചക്രവർത്തിയായിട്ടുള്ള സുംഭൻ്റെ ദൂതനാണ് ഞാൻ. എന്നാൽ എങ്ങനെയുള്ള ആളാണ്? കേൾക്കാണ്ടിരിക്കാൻ വഴിയില്ല. എന്താ കാരണം വെച്ചാൽ അതാ പറയണത്, ത്രൈലോക്യേ പരമേശ്വര. കേൾക്കാണ്ടിരിക്കാൻ വഴിയില്ല, കാരണം 3 ലോകങ്ങളുടെയും ഈശ്വരനാണ് ഇപ്പോൾ അദ്ദേഹം, അല്ലെങ്കിൽ 14 ലോകങ്ങളുടെ ഈശ്വരൻ എന്നും പറയാം. എന്തായാലും ഈ 3 ലോകവും അടക്കി വാഴണ ചക്രവർത്തിയാണ് എൻ്റെ രാജാവ്. തേന പ്രേഷിത, അദ്ദേഹത്തിനാൽ പ്രേരിതനായിട്ടാണ് ത്വസമീപം ഇഹ ആഗത, അഹം ആഗത. ഞാൻ അദ്ദേഹം പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രേരണ കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ദേവിയുടെ സമീപത്ത് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. മാത്രമല്ല വെറുതെ ഇൻട്രൊഡ്യൂസ് ചെയ്യല്ല കേട്ടോ, ഞാൻ സുംഭൻ്റെ ഒരു ദൂതനാന്നല്ല, എങ്ങനത്തെ സുംഭനാന്നും കൂടി പറഞ്ഞു. ത്രൈലോക്യം മുഴുവനെ പിടിച്ചടക്കി അധിപനായിട്ട് വാഴുന്ന ആ ഏറ്റവും വലിയ, പിന്നെ ലോകത്തിലത്തെ ഏറ്റവും വലിയ രാജാവ് ചക്രവർത്തിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ദൂതനാണ് ഞാൻ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, ദേവിയുടെ അടുത്തേക്ക് വന്നതെന്ന് പറഞ്ഞു. ദൂതവാച ദേവി ദൈത്യേശ്വര സുംഭസ്ത്രൈലോക്യേ പരമേശ്വര ദൂതോഹം പ്രേഷിതസ്തേന ത്വസമീപമിഹാഗത. അങ്ങനെയാണ് ഞാൻ വന്നത്. ഇനിയോ അവ്യാഹതാജ്ഞ സർവാസു സദാ ദേവയോനിഷു നിർജിതാഖില ദൈത്യാരി സയദാഹ ശൃണുഷ്വ തദ്. നീ എത്ര കേമത്താ പറയണേ? ആരുടെ? സുംഭൻ്റെ. എൻ്റെ ഈ പിന്നെ പ്രഭുവിൻ്റെ മഹത്വത്തെപ്പറ്റി കേട്ടിട്ടില്ല വെച്ചാൽ ഞാൻ പറയാം. ആ നിലയ്ക്കാണ് പറയട്ടോ. സർവാസു ദേവയോനിഷു യഹ സദാ അവ്യാഹതാജ്ഞ, ദേവന്മാരുടെ വംശത്തിൽ ജനിച്ചവരെല്ലാം തന്നെ സദാ അവ്യാഹതാജ്ഞ, എപ്പോഴും എൻ്റെ ഈ രാജാവിൻ്റെ ആജ്ഞയെ ധിക്കരിക്കേയില്ല. അവ്യാഹതാജ്ഞയാണ്. ദേവന്മാരുടെ വംശത്തിൽ ജനിച്ചവർ ഏത് ദേവനായി 33 കോടി ദേവന്മാരും എൻ്റെ ഈ ചക്രവർത്തിയുടെ ആജ്ഞയെ ഒരിക്കലും ധിക്കരിക്കില്ല. അതാണ് അവ്യാഹതാജ്ഞനാണ്. മനസ്സിലായില്ലേ? അതായത് സത്യം വേറൊരു തരത്തിൽ പറയാച്ചാൽ ദേവന്മാരൊക്കെ ഇപ്പോൾ ഈ സുംഭമഹാരാജാവിൻ്റെ ഭൃത്യന്മാരാണ് ചുരുക്കത്തിൽ ദേവന്മാർ.
എന്നാൽ അതെങ്ങനെയാണ് അതുണ്ടായത്? എങ്ങനെയാണ് ദേവന്മാർ ഭൃത്യന്മാരായത്? നിർജിതാഖില ദൈത്യാരിഹി, അതായത് വെറുതല്ല, എല്ലാ ദേവന്മാരെന്നില്ല, ആരാണ് അസുരന്മാരുടെ ശത്രുക്കളെ അവരെ മുഴുവൻ അദ്ദേഹം ജയിച്ച് കീഴടക്കി. ദേവന്മാരെന്നില്ലെങ്കിൽ മനുഷ്യന്മാരിലും ശത്രുക്കളുണ്ടെങ്കിൽ അസുരന്മാരുടെ ശത്രുക്കൾ ആരൊക്കെ ഈ ഭൂമിയിലുള്ളത്? അവരെ മുഴുവനെ കീഴടക്കി എൻ്റെ രാജാവ്. സഹ യദ് ആഹ തദ് ശൃണുഷ്വ, അങ്ങനെയുള്ള അതികേമനായിട്ടുള്ള അതിവീര ശൂര്യപരാക്രമിയായിട്ടുള്ള എൻ്റെ രാജാവ് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അദ്ദേഹത്തിൻ്റെ മെസ്സേജ്, അദ്ദേഹത്തിൻ്റെ സന്ദേശം എന്താണ് കേട്ടാലും സയദാഹ ശൃണുഷ്വ, അങ്ങനെയുള്ള ആ ചക്രവർത്തി എന്താണ് പറഞ്ഞത് എന്ന് സയദാഹ ശൃണുഷ്വ തത്, എന്ത് പറഞ്ഞു? ആ ചക്രവർത്തി എന്താ പറഞ്ഞതെന്ന് ശ്രദ്ധിച്ച് കേട്ടോളൂ എന്ന് പറയണം ദേവിയോട്. ഞാനിപ്പോൾ പറയാം, അങ്ങനെയുള്ള ചക്രവർത്തി എന്താണ് ദേവിയോട് പറയാനായിട്ട് പറഞ്ഞത്, അത് കേട്ടോളൂ, ഞാനിപ്പോൾ പറയാം എന്ന് പറയണം. അവ്യാഹതാജ്ഞ സർവാസു യ സദാ ദേവയോനിഷു നിർജിതാഖില ദൈത്യാരി സയദാഹ ശൃണുഷ്വ തദ്. അത്ര കേമനാണ് എൻ്റെ ചക്രവർത്തി. ഇനി 69. മമ ത്രൈലോക്യമഖിലം മമ ദേവാവശാനുഗാ യജ്ഞഭാഗാനഹം സർവാൻ ഉപാസ്നാമി പൃഥക് പൃഥക്. ഇനി സുംഭൻ്റെ വാക്കുകളായിട്ട് തന്നെ പറയാം കേട്ടോ. സുംഭൻ പറയണത് പോലെ പറയണം. ഇതാണ് എൻ്റെ ചക്രവർത്തി പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ആ സുംഭൻ പറഞ്ഞ വാക്കുകൾ പറയാം കേട്ടോ. അതെന്താണ്? അഖിലം ത്രൈലോക്യം മമ, ഈ മൂന്ന് ലോകവും എൻ്റെ കീഴിലാണ്. മമ ത്രൈലോക്യമഖിലം, ഈ മൂന്ന് ലോകം മുഴുവൻ എൻ്റെയാണ്, അല്ലെങ്കിൽ എൻ്റെ കീഴിലാണ്. പിന്നെയോ മമ ദേവാവശാനുക, ഈ ലോകത്തിലുള്ള എല്ലാ ദേവന്മാരും എൻ്റെ കീഴിലാണ്, എൻ്റെ വശത്താണ്. അതാണല്ലോ വശാനുക, ഒക്കെ എൻ്റെ ചൊൽപ്പടിയിലാണ്. ഞാൻ പറഞ്ഞതേ അവർക്ക് ഒരു അക്ഷരം മറുത്ത് പറയാൻ പറ്റില്ല. പറഞ്ഞില്ലേ മുമ്പത്തെ ഇതിൽ അവ്യാഹതാജ്ഞ, അതായത് എൻ്റെ ആജ്ഞ ഒരിക്കലും ധിക്കരിക്കാൻ അവർക്ക് ധൈര്യമില്ല. അവർ അത്ര എൻ്റെ ഭൃത്യന്മാരാണ്. പൃഥക് പൃഥക് യജ്ഞഭാഗാൻ സർവാൻ അഹം ഉപാസ്നാമി, ഈ കണ്ട ദേവന്മാർക്ക് അർപ്പിക്കുന്ന എല്ലാ ഹവിർഭാഗങ്ങളും ഹവിസ്സും ഞാനാണ് ഇപ്പം അനുഭവിക്കണം. ദേവന്മാർ പട്ടിണി, നമ്മൾ പറഞ്ഞുവല്ലോ, അതല്ലേ, ദേവന്മാർക്കായി സമർപ്പിക്കുന്ന എല്ലാ ഹവിർഭാഗങ്ങളും ഇപ്പം ഞാനാണ് അനുഭവിക്കണത് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ രാജാധിരാജനാണ് എന്ന് തന്നെ അർത്ഥം. മമ ത്രൈലോക്യമഖിലം, ത്രൈലോക്യം മുഴുവൻ എൻ്റെയാണ്. മമ ദേവാവശാനുഗാഹ, ദേവന്മാർ മുഴുവൻ എൻ്റെ കീഴിലാണ്. യജ്ഞഭാഗാൻ അഹം സർവാൻ ഉപാസ്നാമി പൃഥക് പൃഥക്, ഓരോരോ ദേവന്മാരെ ഉദ്ദേശിച്ച് ചെയ്യുന്ന എല്ലാ യജ്ഞ ആവിർഭാഗങ്ങളും ഞാൻ തന്നെയാണ് അനുഭവിക്കുന്നതും, ഞാനാണ് രാജാധിരാജൻ എന്നാണ് ആദ്യം പറഞ്ഞത്. മമ ത്രൈലോക്യമഖിലം, അതെ, അത് ഇനി എന്താണ് 70 കേട്ടോ, 70 കൂടി വായിക്കാം എന്തായാലും. ത്രൈലോക്യേയാനി രത്നാനി മമ വശ്യാന്യശേഷത തഥൈവ ഗജരത്നം തദ്ധൃതം ദേവേന്ദ്രവാഹനം. ഈ 3 ലോകത്തിലും എന്തെല്ലാം രത്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ രത്നങ്ങളെന്നില്ല, ശ്രേഷ്ഠമായിട്ടുള്ള എന്തെല്ലാം വസ്തുക്കളുണ്ടോ, അപ്പോൾ വെൺകൊറ്റക്കൊട അല്ലേ, വരുണൻ്റെ പാശം, ആന, കുതിര, ഐരാവതം, ഉച്ചൈസ്രവസം ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ രത്നങ്ങൾ മാത്രമല്ല, രത്നങ്ങളൊക്കെ ഉണ്ട്. രത്നങ്ങൾക്ക് പുറമെ എന്തെല്ലാം ശ്രേഷ്ഠമായ സാധനങ്ങൾ ഈ 3 ലോകത്തിലുണ്ടോ അതെല്ലാം. ത്രൈലോക്യ യാനി രത്നാനി സന്ധി താനി അശേഷതഃ, അത് മുഴുവൻ മമ വശ്യാനി, എൻ്റെ കയ്യിലാണ്. അതൊക്കെ മുഴുവൻ ഒക്കെ ഞാൻ കൈവശപ്പെടുത്തിയിട്ടുണ്ട്. ഈ ലോകത്തിലുള്ള എല്ലാ രത്നങ്ങളും ശ്രേഷ്ഠമായ വസ്തുക്കളും ഒക്കെ ഇന്നിപ്പോൾ എൻ്റെ കയ്യിലാണ്. അതിലത്തെ ചിലത് ഞാൻ പറയാം എന്ന് പറയണം സുംഭൻ, കേൾക്കാൻ. തഥാ ഏവ ദേവേന്ദ്രവാഹനം തദ് ഗജരത്നം മയാഹൃതം. അതിൻ്റെ കൂട്ടത്തിൽ
ദേവേന്ദ്രൻ്റെ വാഹനായിട്ടുള്ള ഐരാവതം ഇപ്പോൾ എൻ്റെയാണ്. ഞാൻ ദേവേന്ദ്രനെ തോൽപ്പിച്ച് അത് സ്വന്താക്കിയിട്ടുണ്ട്. ദേവേന്ദ്രൻ്റെ വാഹനായിട്ടുള്ള നാൽക്കൊമ്പനായിട്ടുള്ള ഐരാവതം ഇന്നിപ്പോൾ എൻ്റെയാണ്. ഒരു ഉദാഹരണം പറയുകയാണ്. ലോകത്തിലത്തെ ശ്രേഷ്ഠ വസ്തുക്കൾ മുഴുവൻ എൻ്റെയാണെന്ന് പറഞ്ഞിട്ടേ. ത്രൈലോക്യേയാനി രത്നാനി മമ വശ്യാന്യശേഷത തഥൈവ ഗജരത്നം തദ്ധൃതം ദേവേന്ദ്രവാഹനം. ഈ അടുത്തതും കൂടി ചേർന്ന് നിർത്താം. ക്ഷീരോദമഥനോദ്ഭൂതമശ്വരത്നമിഹാമരൈ ഉച്ചൈഃ ശ്രവസം സംജ്ഞം തം തു ഉച്ചൈശ്രവ സംജ്ഞം തു പ്രണിപത്യ സമർപ്പിതം. പിന്നെയോ ക്ഷീരോദമഥനോദ്ഭൂതം, അതായത് പാലാഴി കടഞ്ഞപ്പോൾ അതിൽ നിന്ന് ഉത്ഭവിച്ച ഉച്ചൈശ്രവ സസംജ്ഞം അശ്വരത്നം, അതിൽ നിന്നുണ്ടായ ഉച്ചൈശ്രവസ് എന്ന് വളരെ പേര് കേട്ട 2 കുതിരകളുണ്ടല്ലോ, അതും അതിനെ ദേവന്മാർ കൊണ്ടുവന്ന് എന്താ തുപ്രണിപത്യ സമർപ്പിതം. ഞാൻ പിടിച്ചു പറ്റും കൂടിയല്ല, അവരെ തോൽപ്പിച്ചപ്പോൾ ഐരാവതം എനിക്ക് കിട്ടി. ഈ ഉച്ചൈശ്രവസ് എന്നുള്ള കുതിരയും എൻ്റെ കാൽക്കൽ വെച്ച് നമസ്കരിച്ചു എന്ന്. അതായത് ഇപ്പോൾ കുതിരയും എൻ്റെ കീഴിൽ എൻ്റെ സ്വന്തമായിന്ന്. അതായത് ആ അശ്വണ്ടല്ലോ ഉച്ചൈശ്രവസ പാലാഴി കടഞ്ഞപ്പോൾ കിട്ടിയതാണ്. ആ പാലാഴി അത് ദേവേന്ദ്രന് കൊടുത്തു അന്ന്. അപ്പോൾ ദേവേന്ദ്രൻ്റെയാണ്. അപ്പോൾ ദേവേന്ദ്രനെ തോൽപ്പിച്ചപ്പോൾ ദേവേന്ദ്രൻ ആ ഉച്ചൈശ്രവസിനെ കൊണ്ടുവന്ന് കാൽക്കൽ കുമ്പിട്ട് പ്രണിപത്യ സമർപ്പിതം എനിക്ക് സമർപ്പിച്ചു എന്ന്. അപ്പോൾ അതും സ്വന്തമാണല്ലോ. അവിടെ നിർത്താട്ടോ ഞാൻ. അപ്പോൾ എന്താ ഈ ഐരാവതമുണ്ട്. ഉദാഹരണം പറയുകയാണ്, എല്ലാ ശ്രേഷ്ഠ വസ്തുക്കളും എൻ്റെ ആണല്ലോ. ഉദാഹരണമായിട്ട് ഐരാവതം പറഞ്ഞു, പിന്നെ ഇപ്പോൾ ഉച്ചൈശ്രവസ എന്നുള്ള വെളുത്ത കുതിരയെ പറ്റി പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത ദിവസം ചെയ്യാം. ഇതും കൂടി വായിച്ച് നിർത്താം. മഥനോദ്ഭൂത മശ്വരത്നമിഹാമരൈ ഉച്ചൈശ്രവസ സംജ്ഞം തു പ്രണിപത്യ സമർപ്പിതം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ദുർഗായേ നമഃ. ഗുരുവായൂരപ്പ ശരണം.